ജനാധിപത്യത്തെ തകർക്കലാണ് കേന്ദ്രത്തിലെ നരേന്ദ്രമോദി നയിക്കുന്ന സർക്കാരിന്റെ ലക്ഷ്യമെന്ന് CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറിയും മുൻ മന്ത്രിയുമായ ഇ ചന്ദ്രശേഖരൻ MLA ആരോപിച്ചു. ജോയിന്റ് കൗൺസിൽ കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കാവ് ശ്രീലയം ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനവിരുദ്ധ നടപടികൾക്കൊപ്പം കഴിഞ്ഞ 10 വർഷം കൊണ്ട് കൂടുതൽ വലതുപക്ഷത്തേക്ക് പോകുന്ന കാഴ്ചയാണ് കേന്ദ്ര സർക്കാരിൻ്റെതെന്നും ഇ ചന്ദ്രശേഖരൻ പറഞ്ഞു. വിദ്യാഭ്യാസ മേഖലയിൽ അടിമുടി മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ആ വിദ്യാഭ്യാസ മേഖലയിൽ നടത്തേണ്ട മാറ്റങ്ങൾ, അതിനുവേണ്ടി പുതിയ സംവിധാനങ്ങൾ, അതിന് പുതിയ കൗൺസിലുകൾ, ഓരോന്നും പുതിയതായി ഉണ്ടാക്കുകയാണ്. വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പരിഷ്കാരങ്ങൾ എന്ന രീതിയിൽ വരുത്തുന്ന മാറ്റങ്ങൾ ലോകത്താകമാനമുള്ള യൂണിവേഴ്സിറ്റികളെ ക്ഷണിക്കുന്നു. ലോകത്താകമാനമുള്ള ആളുകൾക്ക് വരാനും കൂടെ എന്തും ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഇതൊന്നും വെറുതെ അല്ല. ഈ വിദ്യാഭ്യാസ രംഗത്തെ പൂർണ്ണമായി തങ്ങളുടെ നിയന്ത്രണത്തിൽ വരുത്തി തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നടത്തുക എന്നതാണ് അവരുടെ ആഗ്രഹം. പ്രതിനിധി സമ്മേളനത്തിൽ ജോയിന്റ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് ഇ മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. CPI ജില്ലാ സെക്രട്ടറി CP ബാബു, സംഘാടക സമിതി ചെയർമാൻ M ഗംഗാധരൻ, ജോയിന്റ് കൗൺസിൽ സംസ്ഥാന അധ്യക്ഷൻ KP ഗോപകുമാർ, വൈസ് ചെയർമാൻ നരേഷ് കുന്നിയൂർ, MS സുകേതകുമാരി, യമുന രാഘവൻ, CK ബിജുരാജ, P രാജൻ, AK ദിനേശ് കുമാർ, A ആമിന, സുനിൽ കുമാർ കുണിയേരി, T റിജീഷ്, MV രാധാകൃഷ്ണൻ, PP പ്രദീപ് കുമാർ എന്നിവർ സംസാരിച്ചു. 2 ദിവസങ്ങളിലായി നടക്കുന്ന ജില്ലാ സമ്മേളനത്തിൽ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.